അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും ഇപ്പോൾ ഈ നേരം വെളുക്കുമ്പോൾ ഈ ചായപാത്രവും കൊണ്ട് വരുന്നത് കണ്ട് നിങ്ങളിപ്പോൾ മടുത്തക്കൂലേ? എത്തപ്പോൾ കാട്ടുന്നത്? നമുക്കിപ്പോൾ വേറെ ഒരു കണ്ടൻറ്റും ഇല്ലല്ലോ മക്കളെ. ഈ ഒരു ചായപാത്രം, ഈ ഒരു കുടുക്കിയും പാത്രവും അല്ലാത്ത, ഈ ചോറും കൂട്ടാനും വെക്കണം അല്ലാത്ത ഒരു കണ്ടൻറ്റും ഞമ്മക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതിനോട് തീർപ്പതി പേടി. അതല്ല ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ടൂർ പോകുക വെച്ചാൽ ഇപ്പം എവിടേക്കാണ് ടൂർ പോകണത്? സ്കൂളല്ലേ. സ്കൂളുണ്ട്, മദ്രസ ഉണ്ട്. സ്കൂളില്ലെങ്കിൽ മദ്രസ ഉണ്ടാവും, മദ്രസ ഇല്ലെങ്കിൽ സ്കൂളുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ രണ്ടും ഇല്ലാത്തൊരു ഇത് കിട്ടട്ടെ. അപ്പോഴൊക്കെ ടൂർ പോകുമ്പോൾ ഒക്കെ ഇടാം. പിന്നെ ഇപ്പം നമ്മൾ ടൂർ പോകുന്ന വീഡിയോ ഇട്ടാൽ ആർക്കും കാണാൻ ഇഷ്ടം ഉണ്ടാവില്ല, അതിനൊറ്റ വ്യൂസും ഉണ്ടാവില്ല. നമ്മൾ കഷ്ടപ്പെട്ട് കണ്ട് നമ്മൾ ടൂറൊക്കെ പോകും, പിന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അതിനൊരൊറ്റ വ്യൂസും ഉണ്ടാവില്ല. ഏറിയ ഒരു 200, കൂടുതലൊന്നും ഉണ്ടാവില്ല. പിന്നെ അപ്പം നമ്മൾ ഈ ചോറും കൂട്ടാനും വെക്കണ വീഡിയോസ് ആകുമ്പം ചിലപ്പോൾ ഒരു 1200 1300 ഉണ്ടാവും. അതാണ് ഇപ്പം നമ്മളിത് ഈ ഒരു ചോറും കൂട്ടാനും ഉണ്ടാക്കണേയും അങ്ങനെ സൈക്കിൾ എടുത്ത് കൂടുന്നത്. അപ്പോൾ വെറുതെ അല്ല, കിട്ടട്ടെ എഴുതിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കലക്കിക്കാണ്ട് നിങ്ങളെ മുന്നിലേക്കൊന്ന് എത്തിച്ചണ്ടേ. അപ്പം നമ്മളെ പെരയിൽ ഉണ്ടാക്കണ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്നിപ്പോൾ ചാറൊന്നും വെക്കണമെന്നല്ല കേട്ടോ. നമ്മളങ്ങനത്തെ ഒരു വീട്ടമ്മയാണ്. ഇതപ്പോൾ കാട്ടുന്നത്. ഒരു സാധനം ബാക്കി ഉണ്ടെച്ചെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ടേ നമ്മൾ വേറെ ഉണ്ടാക്കുള്ളൂ. ഏതായാലും പറയണതിൻ്റെ ഇടയിൽ ഇപ്പോൾ എന്തൊക്കെ കഴിഞ്ഞ് കടല ചാറ് വെക്കുകയാണ്. കടല ഉപ്പും മുളകും എപ്പോഴും പറയണ തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ പറയണില്ലല്ലോ, ഇനിയിപ്പോൾ പറയാഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറ്റൂലല്ലേ. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, പെരിഞ്ചീരകം ഒക്കെ പാടിട്ട് തക്കാളി ഇട്ടുകൊണ്ട് കുക്കറിലിട്ട് കൂക്കിച്ചിക്കണേ. പിന്നെ ചായപാത്രത്തിൽ കുറച്ചിപ്പോൾ ചായപ്പൊടിയും പഞ്ചാരി ഇട്ട് തിളച്ചപ്പോൾ നമ്മൾ വാങ്ങി വെച്ചിക്കണേ. ചായ വാങ്ങിക്കാണ്ട് നമ്മൾ ചാറ്റിൻ്റെ കുക്കർ അടുപ്പത്തും വെച്ചിക്കണേ. അരി നമ്മൾ അരച്ചും വെച്ചിക്കണേ. എത്തിനാണ്? ചീയപ്പം ചൂടാനാ. ചീയപ്പം ചുട്ടിട്ട് കുറേ ദിവസം ആയിക്കണേ. അപ്പം ഒന്ന് ചീയപ്പം തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പം ഇയാളെ നമ്മളോട് ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളോട് ഒരാൾ ഹായ് പറയാൻ പറഞ്ഞിരിക്കണേ. ആരാ? നമ്മളെ സജിത. അപ്പം നമ്മളെ സജിതക്ക് ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും അറിയില്ല, എന്നാലും ഹായ്. ഇഷ്ടപ്പെട്ടോ? മക്കൾ വരും ചൊറിച്ച. അപ്പം വലിയൊരു ഹായ് തന്നെ തന്നിക്കണം കേട്ടോ. നമ്മൾ തന്നെയാളെ ഇത്രയും കാലമായിട്ടുണ്ടല്ലോ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് നമ്മളോടൊരാളും ഹായ് പറയാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ കണ്ടത്. നിങ്ങൾക്കൊക്കെ ഉണ്ടാലുണ്ടോ ഒരു ഹായ് പറഞ്ഞാൽ? നമ്മൾ വലിയൊരു ഹായ് തന്നെ തന്നിക്കണം കേട്ടോ. നമുക്ക് അത്രയും സന്തോഷമുണ്ട്. കാരണം 2-3 കൊല്ലമായിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് ഒരു ഒറ്റ മനുഷ്യന്മാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടില്ല. നമ്മളെ സജിതയാണ് നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞത്. അപ്പം വലിയൊരു ഹായ് കേട്ടോ. ഇഷ്ടമായോ? ഉണ്ടെങ്കിൽ കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാക്കണേ ചീയപ്പം ചൂടാനും വേണ്ടി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ എണ്ണയൊക്കെ തേച്ച് നമ്മളെ മാവൊക്കെ പാർന്ന് നമ്മൾ മൂടി വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടണം? അത് വേകട്ടെ, വെന്തിട്ട് നമുക്ക് മാങ്ങാം. അപ്പം നമ്മൾ ഒരപ്പം റെഡി ആയിക്കണം കേട്ടോ. അപ്പം നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഏതായാലും കുറച്ചിങ്ങനെ ഒന്ന് ചട്ടി പിടിച്ചിട്ടുണ്ട്. ഏതായാലും കുറച്ച് നേരം കൂടെയൊക്കെ കാത്തുക്കണ്. ഏതായാലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് കീറുകയും ചെയ്തുക്കണ്. കുഴപ്പമില്ല. കാണാനൊന്നും ചൊറുക്കണ്ടല്ലോ, നമുക്ക് തിന്നാല്ലേ. പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ അപ്പം ആരപ്പം അത് കാണുന്നത്? ഷോക്കേസിൽ വെക്കാനാണെങ്കിലല്ലേ കീറാതെ ഇതൊക്കെ കിട്ടിയിട്ട് കാര്യമുള്ളൂ. ചാറൊക്കെ പറന്ന് കുഴച്ചാണ് തിന്നുമ്പോൾ അപ്പം നാശമായിക്കണമെന്നൊന്നും ആരും അറിയില്ല. ഏതായാലും നമുക്ക് രണ്ടാമത്തെ അപ്പവും പാർന്ന് നോക്കാം. എന്താ അറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഇപ്പം ആദ്യം പാരുന്നതൊക്കെ നമ്മൾ നാശമായിക്കൊണ്ടാണ്. ഇന്നലെ ഇപ്പം നമ്മൾ ഭൂരി ചുട്ട്, അതും തന്നെ ഫസ്റ്റത്തെ കേടന്ന്. ഇപ്പം നമ്മൾ ചീയപ്പം ചുട്ട്, അതും തന്നെ ചട്ടിയിലൊക്കെ കൊട്ടിപ്പൊടിച്ച് അതൊന്ന് നാശമായി. ബാക്കിയുള്ളതൊക്കെ പിന്നെ ഉസ്സാറായി വന്നിക്കണം കേട്ടോ. പിന്നെ നമ്മളെ കടലച്ചാറൊക്കെ വെന്തുക്കണേ. അപ്പോൾ ഏതായാലും ഞാൻ ഉള്ളി തൂമിച്ച് പാരുകയാണ്. ഇന്നിപ്പോൾ കരിയേപ്പിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പോകാൻ വേണ്ടി വല്ലാത്ത മടി. അപ്പോൾ ഇന്നിപ്പോൾ കരിയേപ്പിൻ്റെ ഒന്നും ഇല്ലാത്ത ഒരു തൂമിച്ചലാണ് കേട്ടോ ചാറ് തൂമിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് അയക്കണം പാർന്നെടുത്തുക്കണം.
അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോയെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പുടിയാടില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലേ നമുക്ക് കായിട്ടുള്ളൂ, നമുക്ക് ഡോളർ കയറുള്ളൂ. അതിനാണിപ്പം ഇങ്ങനെ ഓരോ ബടായി ഇങ്ങനെ പറഞ്ഞിങ്ങനെ തള്ളി മറിച്ചണത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതാക്കണേ നമ്മൾ ബാക്കിയുള്ള അപ്പം ചുട്ടെടുത്തുക്കണം, ചോറ്റിനില്ല തണിയും കൊടുന്നിക്കണം. നമ്മൾ അപ്പം ചുട്ട് കഴിഞ്ഞിക്കണ്, അപ്പച്ചട്ടി വാങ്ങി വെച്ചിക്കണ്. ഇനി നമുക്ക് തണീനാണ് തീമടാം. തണിയും തീമട എന്നാൽ ചോറ്റിനില്ല വെള്ളം വെക്കുകയാണ് കേട്ടോ. തണീന്ന് പറഞ്ഞാൽ ചിലവർക്കൊന്നും മനസ്സിലാവില്ല. അതെന്താ വെച്ചാൽ നമ്മൾ ചോറ്റിനില്ല വെള്ളം വെച്ചിക്കണ്. അപ്പോൾ ഒരു വിറക് ഇങ്ങനെ കത്തണുണ്ട്. അപ്പം ഇനി ആ വിറകൊന്ന് കത്തിക്കോട്ടെ, ചോറ്റിന് അരി ഇടാനല്ലേ അല്ലേ. അപ്പം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആ വിറക് കത്തി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ കത്തിച്ചാട്ടോ. അങ്ങനെ ഇതാക്കണേ. പിടിച്ചൊന്ന് മീനൊക്കെ എടുത്തിന്, ഇന്നലെ വാങ്ങിയ മീനിൽ നിന്ന് കുറച്ചുകൂടി ഉണ്ടെന്നല്ലോ. അത് ഞാൻ വെള്ളം പാർന്നിട്ടുകാണ്ട് മൂടി വെച്ചിക്കണേ, അല്ലെങ്കിൽ നമ്മൾ തങ്കുപൂച്ച വന്ന് കൊണ്ടുപോകണത് അറിയില്ല. ഏതായാലും പിന്നെ നമ്മൾ കുറച്ച് ഗോതമ്പും ഉണ്ട്, കുറച്ച് പച്ചരി ഉണ്ട് മക്കളെ. ഇന്നിപ്പോൾ അതൊന്ന് കേക്കിടട്ടെ എന്നപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പൊട്ടത്തരം കാട്ടിക്കണം കേട്ടോ. നമ്മൾ കുറച്ച് നെല്ലുത്തേരി ഉണ്ടായിനി, അത് നമ്മൾ ഇതിൻ്റെ മുന്നേ കിട്ടിയ കുറച്ച് ഗോതമ്പ് ഉണ്ടല്ലോ, ആ ആദ്യത്തെ ഗോതമ്പാണ് എഴുതിക്കാണ്ട് ആ നെല്ലുത്തേരി കൊണ്ടുപോയാണ് തട്ടി. പിന്നെയാണ് നമ്മൾ പുട്ടിടാൻ വേണ്ടി നോക്കുമ്പോഴാണ് നെല്ലുത്തേരി എങ്ങനെ തിരഞ്ഞാലും കാണൂല. പടച്ചോനെ എവിടെയപ്പോൾ പോയത്, കുറച്ച് നെല്ലുത്തേരി ഉണ്ടായിനല്ലോ. പിന്നെ അങ്ങനെ നോക്കുമ്പോഴാണ് അതിൻ്റെ അടിയിൽ കിടക്കുന്നത്. അപ്പം നെല്ലുത്തേരിയും ഗോതമ്പും ഒന്നിച്ച് കൂട്ടിക്കണം. ഇനിയിപ്പം ഗോതമ്പ് പൊടിയും അരിപ്പൊടി ഒന്നായിട്ടാവുമ്പോൾ ഇനിയിപ്പം നമ്മളെ ചപ്പാത്തി ചുട്ടാൽ നന്നാവുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പുടിയാടില്ല. ഏതായാലും പൊടിപ്പിച്ചാൽ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. പോയ ബസ്സിന് കജ്ജാട്ടിയിട്ട് ഒരു കാര്യമല്ല. ഇനി വരുന്ന ബസ്സിന് കജ്ജാട്ട എന്നുവെച്ചാൽ ഇനി ഗോതമ്പൊക്കെ കൊടുന്ന് ഇടുമ്പോൾ ശ്രദ്ധിച്ച. അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടോ. ഏതായാലും അരിയൊക്കെ ഉണ്ടല്ലോ ഞാൻ ചിക്കിക്കണം കേട്ടോ. നിങ്ങളോട് പറയുകയാണെങ്കിൽ അരി ചിക്കിയിൽ നമ്മളെ കുരങ്ങന്മാർ ഒന്നായിട്ടാണ് വന്നീനി. ഞാൻ പിന്നെ കുരങ്ങന്മാരെ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്ത് വരുമ്പോഴത്തേന് ഇഞ്ച അരി ഇഞ്ച ഗോതമ്പ് ഒരു തുള്ളി അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് കുരങ്ങന്മാരെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഞാനൊരൊറ്റ പാച്ചിലാണ് മേലൊക്കെ കുരങ്ങ് വന്നിക്കണേന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഫോൺ എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇഞ്ച ഗോതമ്പും അരിയും ഇങ്ങോട്ട് കളിച്ചു അല്ലേ, വാരിയിട്ടും തിന്നിട്ടും മാന്തിയിട്ടും. അപ്പോൾ ഫോണല്ലല്ലോ അപ്പോൾ നമ്മൾ നോക്കാം. അപ്പോൾ ഞാൻ മണ്ടി പോയിക്കാണ്ട് ഞാൻ എന്താട്ടി ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ കുത്തിർക്കുക. മാന്തിയിട്ടൊന്നുമില്ല കേട്ടോ ഭാഗ്യത്തിന്, അല്ലെങ്കിൽ ഞാൻ പിന്നെ 2-ാം മണി എടുക്കേണ്ടീന്. അത് മാന്താഞ്ഞ് എന്താണെന്നറിയാം, ഇങ്ങനെ മൂടിയിട്ടുകൊണ്ടാണ്. ഇങ്ങനെ മൂടിയിടണേ എന്തുകൊണ്ടാണ്, വെയിൽ ചുവക്കാതെക്കാനും വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഗോതമ്പൊക്കെ കേകി വെയിലത്തിട്ട് വന്ന് നമ്മൾ ചായ കുടിച്ചാൻ വേണ്ടി നിൽക്കുകയാണ്. പള്ളൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഒയപ്പെടുക്കലൊക്കെ തുടങ്ങീനി. ഏതായാലും ചായ ഒക്കെ കുടിച്ച് റാഹത്തായി. നമ്മൾ വക്കറ്റൊക്കെ മൂറി വെച്ചിരിക്കണം കേട്ടോ. ഇനി ഗോതമ്പും അരിയൊക്കെ പൊടിച്ചിടുന്ന ഇടാല്ലത്. അപ്പോത്തിന് വന്നപ്പോത്തിന് ഇതാക്കണേ നമ്മൾ ചോറ്റിന് വെച്ച വെള്ളമൊക്കെ തിളച്ചീനി. അപ്പോൾ അതിക്കൊക്കെ അരിയൊക്കെ കേകിയിട്ടിട്ട് നമ്മൾ മീൻ നന്നാക്കാൻ വേണ്ടി കുത്തിർക്കുകയാണ് കേട്ടോ. എന്നിപ്പോൾ ഈ മീൻ നന്നാക്കണേ കണ്ട അങ്ങക്കും പിരാന്ത് പിടിച്ചും എടുക്കണച്ചും പിരാന്ത് പിടിച്ചും. അപ്പോൾ പിന്നെ മീൻ നന്നാക്കണമെന്ന് നമ്മൾ എടുത്തിട്ടില്ല. എന്നും നന്നാക്കണ മാതിരി തന്നെയാണ് നമ്മൾ മീൻ നന്നാക്കണേ. നമ്മൾ മീൻ നന്നാക്കുമ്പോൾ നമ്മളെ തങ്കപ്പൂച്ച ഒപ്പം ഉണ്ടാവും ചെയ്യും. ഏതായാലും മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് നമ്മൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പെരിഞ്ചീരകവും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും ജീരുള്ളി ചതച്ചതും ഒക്കെ പാടിട്ടിട്ട് കുഴച്ച് കാണ്ടുണ്ട് മാറ്റി വെച്ചിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചാൽ എന്നെങ്കിലേ മീൻ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇന്ന് ചാറില്ല, ഇന്നലെ ഉണ്ടാക്കി കുറച്ച് മുതിരച്ചാറ് ബാക്കിയുണ്ട്. അത് കൂട്ടി കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഇനി ചാറുണ്ടാക്കുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ചാറ് തൊടുവൊക്കെ ചിന്തണ്ടി വരും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് അയിമലാണ്ട് ഒപ്പിച്ചും ചേച്ചാൽ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഒരു ചാറുണ്ടാക്കട്ടോ. പിന്നെ ചോറൊക്കെ ഞാൻ വാർത്ത് വെച്ചിക്കണ്, മീൻ പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. വർത്താനം കുറച്ച് ഓവറായി നിച്ചന്നെ തോന്നുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.